ഞാൻ രക്ഷാർത്ഥം എന്നെ കേട്ടില്ല പ്രശ്നം. ഒരു രക്ഷാർത്ഥത്തിന് കയറി പോയി CPM സഹായിക്കാൻ വേണ്ടിയാണ് പോലീസ്. പുറത്താക്കിയത് വലിയ പാടുപെട്ട ഞാൻ എല്ലാവരെയും രക്ഷാർത്ഥങ്ങളെ കയറ്റിവിട്ട് അതാരും നോക്കില്ല. സ്ത്രീകളാണ്, കുട്ടികളെ പറയുന്നത്. ഇത് രാഷ്ട്രീയമല്ല സാറേ, അതുകൊണ്ട് എന്നെ കേട്ടതിന് കാര്യം അവിടെ രക്ഷാർത്ഥങ്ങളെയാണ് വിളിച്ചേക്കുന്നത്. അവിടെ രക്ഷാർത്ഥങ്ങളെയാണ് മുദ്രാവാക്യം വിളിക്കാനൊന്നുമല്ലല്ലോ പോകുന്നത്. നിങ്ങൾ പറയുന്ന പോലീസുകാർ ടൈം ടേബിൾ നിങ്ങൾ ടൈം ടേബിൾ ഇറങ്ങും. പൊതുപ്രവർത്തകരെ പോകണം. അങ്ങനെയല്ല സാറേ, ഈ സമയത്ത് എന്താണ് പ്രശ്നം? ക്ലാസ് തുടങ്ങി. എന്നോട് പറഞ്ഞത് കോൺഗ്രസ് ഒന്നും പറയും. 2-3 ദിവസം കൊണ്ട് പോലെ പ്രശ്നങ്ങളാണ്. ഞാൻ ചോദിക്കുന്നത് അല്ലല്ല, സ്കൂൾ ഇടിഞ്ഞു വിടുന്നതിനെക്കാട്ട് വലിയ വിഷയമുണ്ടോ? സ്കൂൾ ഇടിഞ്ഞു വിടുന്നതിനെക്കാട്ട് വലിയ വിഷയമുണ്ടോ? അതിന് വലിയ വിഷയമുണ്ടോ? അതെ, ആളുകളെ എല്ലാം ഇവാക്യുവേറ്റ് ചെയ്തിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത്. ആയിക്കോട്ടെ, ആളുകളകത്ത് ഒരു പ്രശ്നം ഞാനാണ് പോലീസിന് ഇതെല്ലാം ചെയ്യാൻ പറ്റും. ഞാൻ മാത്രമേ കയറുന്നുള്ളൂ. അല്ല, നിങ്ങളോട് പറഞ്ഞില്ല, പ്രവർത്തകരാരും കയറുന്നില്ല, ഞാനല്ലേ കയറുന്നുള്ളൂ. അതങ്ങനെ പറയുമ്പോൾ പ്രശ്നമാവും. അല്ല, ഞാനാണ് കയറുന്നത്. അല്ല, പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് പോയാൽ പറ്റുള്ളൂ. നിങ്ങൾ പറഞ്ഞു അങ്ങനെ നിങ്ങൾ പറയാം. അനിൽകുമാർ നിലവിൽ ജില്ലാ പ്രസിഡന്റ് സന്ദീപ് സ്കൂളിലേക്ക് കയറാൻ ശ്രമിക്കുകയാണ്. പോലീസ് തടയുകയും ചെയ്തു. BJP പ്രവർത്തകർ നമുക്ക് ഇവിടെ ഒരു സംഘർഷാവസ്ഥ. പോലീസ് പ്രവർത്തകരെ തടയുന്നു ഒരു ഭാഗത്ത്. അതേസമയം സന്ദീപ് അടക്കമുള്ള ജില്ലാ നേതാക്കൾ ഈ ഗേറ്റ് തള്ളി തുറന്ന് സ്കൂളിനകത്തേക്ക് കയറുകയാണ്. ഗേറ്റ് തള്ളി തുറക്കുന്നതാണ് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത്. സന്ദീപ് അടക്കമുള്ള BJP നേതാക്കൾ ഇപ്പോൾ എനിക്കൊരു കുട്ടികളൊക്കെ സ്കൂളിൽ കയറി പഠിക്കാൻ തുടങ്ങുകയാണ്. ഇപ്പോൾ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞു. രക്ഷിതാക്കളും ഒക്കെ അവിടെ ഉണ്ട്, ടീച്ചേഴ്സും ഒക്കെ ഉണ്ട്. അവർക്ക് ആശങ്കയോ ടെൻഷനും ഉണ്ടാക്കുന്ന രീതിയിൽ ആരും പ്രതിഷേധിക്കാൻ പാടില്ല. അത് കെട്ടിടം തകർന്നു വീണു, ആർക്കും കുഴപ്പമുണ്ടായില്ല ഭാഗ്യത്തിന്. ഇപ്പോൾ ക്ലാസ് പുതിയ കെട്ടിടത്തിൽ പുനരാരംഭിച്ചു. അവിടുത്തെ പ്രശ്നം പരിഹരിച്ചു. ഇപ്പോൾ അനിൽകുമാർ, നിലവിലിപ്പോഴും പ്രശ്നം പരിഹരിച്ചിട്ടില്ല. ഇവിടെ നിന്ന് പുറത്തു പോകണം, അല്ലെങ്കിൽ മടങ്ങണമെന്നുള്ളതാണ് പ്രവർത്തകരോട് പോലീസ് ആവശ്യപ്പെടുന്നത്. പക്ഷേ BJP പ്രവർത്തകർ ഇവിടെ ഇപ്പോൾ തടിച്ചുകൂടി നിൽക്കുകയാണ്. ഇത് റിപ്പോർട്ട് ചെയ്യാൻ വന്ന മാധ്യമ പ്രവർത്തകരെ ഈ കോമ്പൗണ്ടിന് പുറത്തു നിന്ന് പോലും മാറണമെന്ന ആവശ്യം കൂടി ഇവിടെയുള്ള പ്രാദേശിക, അതായത് സ്കൂൾ കോമ്പൗണ്ടിനല്ല, ഈ ഗേറ്റിന് പുറത്തു നിന്ന് പോലും മാറണമെന്നും മാധ്യമ പ്രവർത്തനം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ റിപ്പോർട്ടറെ അടക്കം, മീഡിയ വൺ റിപ്പോർട്ടറെ അടക്കം ആ രീതിയിൽ തടസ്സപ്പെടുത്തുന്ന രീതിയിലൊക്കെ തന്നെ ആളുകൾ പ്രവർത്തിക്കുന്ന സമീപനം ഇവിടെ സ്വീകരിച്ചിരുന്നു. പിന്നാലെയാണ് BJP പ്രവർത്തകർ പ്രതിഷേധവുമായി ഇവിടെ എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും പ്രതിഷേധം സ്കൂളിലേക്കുണ്ട്. എന്തായാലും ഇന്ന് വലിയ പ്രതിഷേധം തന്നെയാണ് ഈ സ്കൂളിൽ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെ നടക്കാനിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് പോലീസും ഇവിടെ രാവിലെ തന്നെ തടിച്ചുകൂടിയിരുന്നത്. ഒപ്പം നമ്മളടക്കമുള്ള മാധ്യമപ്രവർത്തകരും രാവിലെ ഇതിന്റെ ഭാഗമായി ഇവിടെ എത്തുകയും ചെയ്തു. പിന്നാലെയാണ് മാധ്യമപ്രവർത്തകരുടെ നിന്ന് പിന്മാറണമെന്ന ആവശ്യം ആദ്യം CPIMന്റെ പഞ്ചായത്ത് അംഗം നിബു ഉന്നയിക്കുകയും പിന്നീട് ചില പ്രാദേശിക ആളുകൾ അത് ഏറ്റെടുത്ത് മാധ്യമപ്രവർത്തകർക്കെതിരെ തിരയുകയും
ശേഷം സ്കൂളിൽ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തു നിൽക്കുന്ന മാധ്യമപ്രവർത്തകരടക്കം വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയും അവരെ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് പോലും തടസ്സപ്പെടുന്ന രീതിയിൽ പെരുമാറുകയും ചെയ്തു. നിലവിൽ ഇപ്പോൾ BJP പ്രവർത്തകർ ഇവിടെ തടിച്ചുകൂടി നിൽക്കുകയാണ്. പോലീസ് പറയുന്നതനുസരിച്ച് ഇപ്പോൾ പ്രവർത്തകർ ഇവിടെ ഗേറ്റിന് പുറത്തു നിൽക്കുകയാണ്. BJPയുടെ ജില്ലാ പ്രസിഡന്റ് സന്ദീപ് വചസ്പതി നിലവിൽ ഇപ്പോൾ സ്കൂളിനകത്തേക്ക് കയറിയിട്ടുണ്ട്. തകർന്ന കെട്ടിടത്തിന്റെ ഭാഗത്തേക്കാണ് അദ്ദേഹം പോയിരിക്കുന്നത്. അവിടെ പരിശോധന നടത്താനോ മറ്റോ ആണ്. അല്പസമയത്തിനകം ജില്ലാ കളക്ടർ അടക്കമുള്ള പ്രധാനപ്പെട്ട അധികാരികളും ഇവിടെ എത്തും. അരുൺകുമാർ, ഇപ്പോൾ